തിരുവനന്തപുരം മാനവീയം വീഥിയിൽ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന് ഹോവറുകൾ കൈമാറി നഗരസഭ. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 10 ഹോവറുകൾ സിറ്റി പോലീസിന് കൈമാറിയത്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ കഴിയും വിധമാണ് അത്യാധുനിക സംവിധാനം സജ്ജമാക്കിയത്. ആളുകളുടെ ഇഷ്ടവീഥിയായ മാനവീയം വീഥിയുടെ സുരക്ഷ ഒന്നുകൂടി ഉറപ്പാക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. ഹോവറുകൾ സജ്ജമാകുന്നതോടെ മാനവീയം വീഥിയിൽ രാത്രിയിലെത്തുന്നവർക്കും സുരക്ഷിതമായി സമയം ചിലവഴിക്കാനാകും. മണിക്കൂറിൽ 18 കിലോമീറ്ററാണ് വേഗത. ഒരു തവണ ചാർജ് ചെയ്താൽ തുടർച്ചയായി 7 മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് സജ്ജീകരണം. മുഖം മിനുക്കുന്ന നഗരത്തിന്റെ സുരക്ഷയും സ്മാർട്ടാകാൻ ഹോവറുകൾ സഹായകമാകുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ആളുകൾക്ക് വൈകുന്നേരങ്ങൾ രാത്രികളൊക്കെ സന്തോഷത്തോടെ ചെലവഴിക്കാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരിടമായി മാനവീയത്തെ നിർത്തുന്നതിന്, മാനവീയ വിധിയെ നിലനിർത്തുന്നതിന് ഈ സംവിധാനം ഉപകരിക്കുന്നു. ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ, ഇതുപോലുള്ള ഹോവറുകൾ പോലുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുന്നു, തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറുന്നു എന്നതുകൂടിയാണ് തെളിയിക്കുന്നത്. ഒറ്റ കാര്യം എനിക്ക് ഇവിടെ പോലീസ് മേധാവികൾ, ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്, അവരോട് പറയാനുള്ളത് ഇത് ശരിയായി വിനിയോഗിക്കുന്നു എന്ന് പോലീസ് ഉറപ്പുവരുത്താം. ലഹരി ഉപയോഗിച്ചവരെ കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾക്ക് പുറമെ മോഷണശ്രമം തടയാനുള്ള ആന്റി തെഫ്റ്റ് അലർട്ട് സിസ്റ്റം ഉൾപ്പെടെ ഈ ഇരുചക്രവാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. നഗരത്തിലെ തിരക്കേറിയ മറ്റ് മേഖലകളിലും സുരക്ഷാ പരിശോധനകൾക്കായി ഇത്തരം ഹോവറുകൾ പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയും സിറ്റി പോലീസ് പരിശോധിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.